Dear friends, all of you, welcome to Historia. ഹിസ്റ്റോറി പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഒരു 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളും അനലൈസേഷനും ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാഷ്ട്രപതിക്ക് 3 തരത്തിലുള്ള വീറ്റോ അധികാരമുണ്ട്. രാഷ്ട്രപതിക്ക് ഭരണഘടനാ ഭേദഗതി ബിൽ വീറ്റോ അധികാരമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ രാഷ്ട്രപതിക്കുണ്ടായിരുന്ന വീറ്റോ അധികാരം നിർത്തലാക്കിയത് 24ാം ഭേദഗതി പ്രകാരമാണ്. എല്ലാം ശരിയാണ്, 1, 2 മാത്രം ശരിയാണ്. നോക്കാം. രാഷ്ട്രപതിക്ക് 3 തരത്തിലുള്ള വീറ്റോ അധികാരമുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. നമുക്കറിയാം രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമുണ്ട്. രാഷ്ട്രപതിക്ക് ഒരുപാട് അധികാരമുണ്ട്. അതിൽ ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട്, എക്സിക്യൂട്ടീവ് പവർ, ജുഡീഷ്യൽ പവർ, ഫിനാൻഷ്യൽ പവർ, മിലിറ്ററി പവർ, എമർജൻസി പവർ. ഇതെല്ലാം കൂടാതെ രാഷ്ട്രപതിക്ക് 3 തരത്തിലുള്ള വീറ്റോ പവർ ഉണ്ട്. ഒന്ന് നമ്മൾ അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയും, രണ്ടാമത്തെ നമ്മൾ സസ്പെൻസീവ് വീറ്റോ പറയും, 3 പോക്കറ്റ് വീറ്റോ. അപ്പോൾ രാഷ്ട്രപതിക്ക് 3 തരത്തിലുള്ള വീറ്റോ അധികാരമുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ ഫാക്റ്റ് ശരിയാണ്. രാഷ്ട്രപതിക്ക് ഭരണഘടനാ ഭേദഗതി ബിൽ വീറ്റോ അധികാരമില്ല. ശരിയാണോ തെറ്റാണോ? ഓർത്തിക്കുക, രാഷ്ട്രപതിക്ക് ഭരണഘടനാ ഭേദഗതി ബിൽ വീറ്റോ അധികാരമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് രാഷ്ട്രപതി നിർബന്ധമായും സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ രാഷ്ട്രപതിക്ക് ഭരണഘടനാ ഭേദഗതി ബിൽ വീറ്റോ അധികാരം ഇല്ല. ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അത് ശരിയാണ്. രാഷ്ട്രപതിക്ക് ഭരണഘടനാ ഭേദഗതി ബില്ലിൽ വീറ്റോ അധികാരമില്ല എന്നുള്ളത് ശരിയാണ്. ഭരണഘടനാ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതിക്കുണ്ടായിരുന്ന വീറ്റോ അധികാരം നിർത്തലാക്കിയത് 24ാമത് ഭേദഗതി പ്രകാരമാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. 1971 24ാം ഭേദഗതി പ്രകാരമാണ് ഈ ഒരു ക്ലോസ് വരുന്നത്. പ്രസിഡന്റ് ഈസ് ഒബ്ലിഗേറ്ററി ടു സൈൻ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ബിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനാ ഭേദഗതി ബിൽ രാഷ്ട്രപതി നിർബന്ധമായും ഒപ്പുവയ്ക്കണം. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ബിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വീറ്റോ പവർ ഇല്ല. അതോടൊപ്പം തന്നെ മണി ബിൽ, ധനകാര്യ ബില്ലും രാഷ്ട്രപതിക്ക് സസ്പെൻസ് വീറ്റോ ഇല്ല. എന്ന് വെച്ചാൽ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ സൈൻ ചെയ്യണം, അല്ലെങ്കിൽ പിടിച്ചുവയ്ക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഫിനാൻഷ്യൽ ബിൽ അല്ലെങ്കിൽ മണി ബില്ല് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഭരണഘടനാ ഭേദഗതി ബിൽ രാഷ്ട്രപതി നിർബന്ധമായും സൈൻ ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ താഴെ പറഞ്ഞ ഈ പ്രസ്താവനകളെല്ലാം നോക്കാം. രാഷ്ട്രപതിക്ക് 3 തരത്തിലുള്ള വീറ്റോ അധികാരമുണ്ട്. ശരിയാണ്. രാഷ്ട്രപതിക്ക് ഭരണഘടനാ ഭേദഗതി ബിൽ വീറ്റോ അധികാരമില്ല. ദാറ്റ് ഓൾസോ കറക്റ്റാണ്. ഭരണഘടനാ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതിക്ക് ഉണ്ടായിരുന്ന വീറ്റോ അധികാരം നിർത്തലാക്കിയത് 24ാമത് ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, 1971 24ാം ഭേദഗതി പ്രകാരം. അപ്പോൾ ഈ ചോദ്യത്തിൽ എല്ലാം ശരിയാണോ? എല്ലാം ശരിയാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. താഴെ പറയുന്നതിൽ ശരിയായ വസ്തുതകൾ ഏതെല്ലാം? ശരിയായ വസ്തുതകൾ ഏതെല്ലാം? ഇന്ത്യയിൽ 3 തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1962 അടിയന്തരാവസ്ഥ കാലത്തെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ ആയിരുന്നു. 1971 അടിയന്തരാവസ്ഥ കാലത്തെ പ്രതിരോധ മന്ത്രി ജഗജീവൻ റാം ആയിരുന്നു. എല്ലാം ശരിയാണ്, 1, 2 ശരിയാണ്. നോക്കാം. ഇന്ത്യയിൽ 3 തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരിയാണ്. നമുക്കറിയാം ആദ്യമായിട്ട് 1962 ഇന്ത്യ ചൈന യുദ്ധ കാലഘട്ടത്താണ് ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പിന്നീട് അതിനുശേഷം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണ് 1971 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. മൂന്നാമത് 1975 ഇന്റേണൽ ഡിസ്റ്റർബൻസ്, ആഭ്യന്തര ലഹള. അങ്ങനെ 3 തവണയാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ഫാക്ട് ശരിയാണ്. ഇനി രണ്ടാമത് നോക്കാം. 1962 അടിയന്തരാവസ്ഥ കാലത്തെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ ആയിരുന്നു. ശരിയാണോ തെറ്റാണോ? 1962 ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. ഇന്ത്യ ചൈന യുദ്ധം അത് പ്രഖ്യാപിച്ചത് ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു. അന്നത്തെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ ആയിരുന്നു. പ്രതിരോധ മന്ത്രിയാകുന്ന ആദ്യത്തെ മലയാളി കൂടിയാണ് VK കൃഷ്ണമേനോൻ. അദ്ദേഹം തന്നെയായിരുന്നു 1962 പ്രതിരോധ മന്ത്രി. അപ്പോൾ 1962 ആദ്യമായിട്ട് എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യ ചൈന യുദ്ധമാണ് പ്രഖ്യാപിച്ചത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണനാണ്. അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു ആണ്. അന്നത്തെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ ആണ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞ ഫാക്റ്റും ശരിയാണ്. മൂന്നാമത്തെ നോക്കാം. 71 അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിരോധ മന്ത്രി ജഗജീവൻ റാം ആയിരുന്നു. ശരിയാണോ തെറ്റാണോ? 71 രണ്ടാമതായി നമ്മൾ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അന്നത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് VV ഗിരി. ഈ രണ്ടാമതായി 71 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അന്നത്തെ രാഷ്ട്രപതിയായ VV ഗിരി ആയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അന്നത്തെ പ്രതിരോധ മന്ത്രി ജഗജീവൻ റാം തന്നെ ആയിരുന്നു. അപ്പോൾ മൂന്നാമത് പറഞ്ഞ ഫാക്റ്റും ശരിയാണ്. 71 അടിയന്തരാവസ്ഥ കാലത്തെ പ്രതിരോധ മന്ത്രി ജഗജീവൻ റാം ആയിരുന്നു. അത് പ്രഖ്യാപിച്ച 71 എമർജൻസി പ്രഖ്യാപിച്ച രാഷ്ട്രപതി എന്ന് പറയുന്നത് VV ഗിരിയാണ്. കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ്. ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഇതെല്ലാം ആരാണ്? VV ഗിരിയാണ്. അന്നത്തെ പ്രധാനമന്ത്രിയാണ് ആര്? ഇന്ദിരാഗാന്ധി. അപ്പോൾ താഴെ നമ്മൾ പറഞ്ഞ ഈ പ്രസ്താവനകളിൽ 3 പ്രസ്താവനകളും ശരിയാണ്. എല്ലാം ശരിയാണെന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
താഴെ പറയുന്നതിൽ ശരിയായ വസ്തുതകൾ ഏതെല്ലാം? ഇന്ത്യയിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട്. റിട്ടുകൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതികളാണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് അനുച്ഛേദം 226 പ്രകാരമാണ്. 1, 2 ശരിയാണ്, 2, 3 ശരിയാണ്. നോക്കാം. ഇന്ത്യയിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട്. സംശയം വേണ്ട. ഇന്ത്യയിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും മാത്രമേ അധികാരമുള്ളൂ. റിട്ടുകൾ പ്രധാനമായും 5 റിട്ടുകളാണത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യറി, കോവാറൻറ്റോ, അങ്ങനെ 5 റിട്ടുകളാണ്. ഈ റിട്ടുകൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. രണ്ടാമത്തെ ഫാക്ട് എടുക്കാം. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ഫാക്റ്റ് ശരിയാണ്. രണ്ടാമത്തെ എടുക്കാം. റിട്ടുകൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതികളാണ്. ശരിയാണോ തെറ്റാണോ? ഇങ്ങനൊരു ഓപ്ഷൻ വന്നാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. സുപ്രീം കോടതി അല്ലേ എന്ന് തോന്നും. ഓർത്ത് വയ്ക്കുക, റിട്ടുകൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതികളാണ്. കാരണം ഓരോ സംസ്ഥാനങ്ങളും ഹൈക്കോടതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളും ഒരു റിട്ട് പുറപ്പെടുവിക്കേണ്ടി വരുമ്പോൾ പൗരന്മാർ അല്ലെങ്കിൽ ജനങ്ങൾ ആദ്യം ചെല്ലുന്നത് എവിടെയായിരിക്കും? ഹൈക്കോടതികളായിരിക്കും, സുപ്രീം കോടതി ആയിരിക്കില്ല. അതുകൊണ്ട് റിട്ടുകൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതികളാണ്. രണ്ടാമത് പറഞ്ഞ ഫാക്റ്റും ശരിയാണ്. മൂന്നാമത്, സുപ്രീം കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന അനുച്ഛേദം 226 പ്രകാരമാണ്. ശരിയാണ് തെറ്റാണ്? ഇത് തെറ്റാണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരം, ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരം, ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതാണ് ആർട്ടിക്കിൾ 226 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മൂന്നാമത് പറഞ്ഞ ഫാക്റ്റ് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. അതാണ് ഓപ്ഷൻ. ക്ലിയർ ആയിക്കല്ലോ? അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും അനുബന്ധ കാര്യങ്ങളും വ്യക്തമായി പഠിക്കുക. ദെൻ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഓക്കെ.